എന്തൊക്കെയായിരുന്നു ചെക്കന്മാർക്ക് എങ്ങനെയായിപ്പോയത്? അയ്യോ, ചെക്കന്മാർക്കൊന്നും ആന്റിമാരെ മതി. ഇപ്പൊ ചെക്കന്മാർക്കൊന്നും ചെറിയ പെൺകുട്ടികളൊന്നും വേണ്ട, പ്രായമുള്ള ആന്റിമാരെ മതി. എന്താ ചെക്കന്മാർക്ക് എങ്ങനെയായിപ്പോയത്? മോശം മോശം. ചെക്കന്മാർക്ക്, കേരളത്തിൽ ചെക്കന്മാർക്ക് ഭയങ്കര മോശമായിപ്പോയി. ആന്റിമാരെ മാത്രം മതി ഇപ്പൊ. നമുക്ക് ഷാജി പറഞ്ഞൊരു ഡയലോഗ് ആയിട്ട് തിരിച്ചു വരാം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത്. അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം. ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്. ഓരോ ആൾക്കാർ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. 100% ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാർ നടക്കുന്നത്. എന്തിന് എൻ്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ച് ആൻറ്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആൻറ്റിമാർ മതി. ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് നമ്മളെ ടൈം ലൈനിൽ നിൽക്കുന്ന യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ സജ്ജന ഷാജി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് അവരെ വീഡിയോക്ക് ഒന്നും പ്രതികരിച്ചിട്ട് ഒന്നുമില്ല അപ്പം, കാരണം വേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പം. അങ്ങനെ ഇന്നൊരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് പ്രതികരിക്കണം തോന്നി. ചെക്കന്മാർക്കൊക്കെ ഇപ്പം ആന്റിമാരോടാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട്, ചെക്കന്മാരൊക്കെ ഇപ്പം ആന്റിമാരെ പിന്നാലെയാണെന്ന് പറഞ്ഞ്, നിങ്ങളെ കസിൻസൊക്കെ ആന്റിമാരെ പിന്നാലെ ആയിരിക്കും. പക്ഷെ ബാക്കി ആൺകുട്ടികൾ ആന്റിമാരെ പിന്നാലല്ല. കല്യാണം കഴിച്ച ആന്റിമാരെ പിന്നാലെ നടക്കണോല് വേറൊരു ഉദ്ദേശമാണ് അത്. പക്ഷെ നിങ്ങളെ കുടുംബത്തിലായിരിക്കും, നിങ്ങളെ കസിൻസ് അങ്ങനെ താല്പര്യം പറഞ്ഞാൽ അത് നിങ്ങളെ കസിൻസിന്റെ താല്പര്യം അല്ല. എല്ലാ ആൺകുട്ടികളും നിങ്ങൾ അങ്ങനെ ആണെന്ന് പറയാൻ പാടില്ല. നിങ്ങളെ കസിൻസിന് അങ്ങനെ താല്പര്യം, നിങ്ങളെ കുടുംബക്കാർ നിങ്ങളെ കസിൻസിന് അങ്ങനെ താല്പര്യം ഉണ്ടാവും. പ്രായം കഴിഞ്ഞ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സ് ആയ ആന്റിമാരോട് താല്പര്യമുണ്ടായിരിക്കും. അല്ലാത്തവരൊന്നും അങ്ങനെയല്ല. അല്ല, നിങ്ങള് ചെക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? ചെക്കന്മാരെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമില്ല? നിങ്ങളെ കസിൻസ് ഒക്കെ അങ്ങനെ, നിങ്ങളെ കസിൻസ് അങ്ങനെയാണ്, എന്റെ കസിൻസും ഒക്കെ അങ്ങനെയാണ്. എന്റെ കസിൻസിനൊക്കെ ആന്റിമാരോട് താല്പര്യം, അല്ല ചെറിയ പെൺകുട്ടികളോട് താല്പര്യമില്ല. അല്ല, ചെറിയ പെൺകുട്ടികളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കല്യാണം കഴിയുന്ന മുമ്പിലുള്ള പെൺകുട്ടികളോട് താല്പര്യമില്ല. കല്യാണം കഴിഞ്ഞ ആന്റിമാരോടാണ് എന്റെ കസിൻസിനൊക്കെ താല്പര്യം. അങ്ങനെ പറയുന്നത് എനിക്ക്. അല്ലാതെ പൊതുവെ കേരളത്തിലെ ആൺകുട്ടികളൊക്കെ നിങ്ങൾക്ക് ആന്റിമാരോട് താല്പര്യം പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾ ഫസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഒരു എന്താ പറയാ, ഒരു സഹതാപം ഉണ്ടായിരുന്നു. അപ്പം ഒരു ഭർത്താവ് മരിച്ച സ്ത്രീ ഈ 5 മക്കളെയും പോറ്റി നോക്കണം, അത് ഭയങ്കര ടാസ്ക് ആണ്. അപ്പം അതായത് നല്ലൊരു ജോലി നിങ്ങൾക്കില്ല, യൂട്യൂബ് വരുന്നതിന് മുമ്പത്തെ കേട്ടാൽ ഈ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് 5 മക്കളെ നിങ്ങൾക്ക് പോറ്റണം. ഈ 5 മക്കളെ പോറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാത്തൊരു ജോലിയൊന്നുമില്ല. ആ സമയത്ത് ഈ 5 മക്കളെ പോറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അപ്പം കാരണം ഇന്നത്തെ കാലത്ത് ജോലി ഇല്ല ആൾക്ക് തന്നെ കുടുംബം പോറ്റാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ജോലി ഇല്ല ആൾക്ക് തന്നെ ഇന്ന് കുടുംബം പോറ്റണം എന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും അനുഭവിക്കുന്ന ഈ കാലത്ത് ഒരു ജോലിയും ഇല്ലാത്ത ആള് ഈ 5 മക്കളെയും പോറ്റണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് തരണം. കാരണം ഇത്രയും റിസ്ക്കും പിടിച്ച് ഈ 5 മക്കളെയും, ഹസ്ബൻഡ് മരിച്ചൊരു സ്ത്രീ 5 മക്കളെയും ഒക്കെ നോക്കി കഴിയുമ്പോ തന്നെ ഒരു വല്ലാത്തൊരു ഇതാണ്. ധൈര്യം, ഒരു എന്താ പറയാ, ഉരുക്കുവരിതെന്നൊക്കെ പറയില്ല, അത് തന്നെയാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇതിന് മുമ്പൊന്നും വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ വീഡിയോ അതെനിക്ക് ഇഷ്ടമായില്ല, സത്യം പറഞ്ഞോ. കേരളത്തിലെ ആൺപിള്ളേരെ മൊത്തത്തിൽ ഒരു ആക്ഷേപിച്ചൊരു വർത്താനം പറഞ്ഞു. ആന്റിമാരുടെ താല്പര്യം എത്രയും നിങ്ങളുടെ കുടുംബക്കാർക്ക്, നിങ്ങളുടെ റിയാക്ഷൻസ്, എന്താ പറയുക, നിങ്ങളെ കസിൻസിന് ആന്റിമാരുടെ താല്പര്യം വിചാരിച്ചിട്ട് കേരളത്തിലെ ചെക്കന്മാർ മുഴുവൻ ആന്റിമാരെ പിന്നാലെ പോകണമെന്ന് ചോദിച്ചോ. എത്രയോ നല്ല കുടുംബങ്ങൾ ആയി ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഭാര്യയായിട്ട് എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. 100% ആണുങ്ങൾക്കും അന്യ സ്ത്രീയോട് ബന്ധം ഉണ്ടാവുന്നു. അത് നിങ്ങളെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാ കുടുംബത്തിലും അങ്ങനെയല്ല. എല്ലാ കുടുംബത്തിലും അങ്ങനെയല്ല. ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ടാകുമ്പം നല്ല കുടുംബം, നല്ല അന്തസ്സായിട്ട് കുടുംബം പുലർത്തുന്ന എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ടാകുമ്പം, നിങ്ങൾ 100% കേരളത്തിലെ മൊത്തം ആളുകളും അങ്ങനെയാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? നിങ്ങൾക്ക് എന്ത് വോയിസ് ഉള്ളത്? നിങ്ങളെ കുടുംബം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ അത് വിചാരിച്ചാൽ എല്ലാ കുടുംബം അങ്ങനെയല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളെ കസിൻസ് അങ്ങനെ ആയിരിക്കും, അത് വിചാരിച്ചാൽ എല്ലാ കസിൻസും അങ്ങനെയല്ല. ഈ ചെക്കന്മാരെ മുഴുവൻ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് അധികാരമല്ലേ? നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സഹതാപം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പലരോടും പറഞ്ഞപ്പം ഇങ്ങനെ ഒരു സ്ത്രീ ഭർത്താവ് ഭരിച്ചിട്ട് 5 മക്കളെയും പോറ്റുന്ന ഒരു സ്ത്രീ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നപ്പം ഇപ്പൊ എനിക്ക് നിങ്ങളോട് എന്താ പറയുക, ഒരു ഇതാണ്, പുച്ഛാണ്. അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് ഏണിങ്സും കുറച്ച് വരുമാനം വന്നപ്പോൾ നിങ്ങൾ എന്തായി? നിങ്ങൾ ജനങ്ങളായിട്ട് മേയാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഈ കേരളത്തിലെ ചെക്കന്മാരെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്?
ആരെ നിങ്ങൾക്ക് റൈറ്റ് തന്നെ? ആരെ നിങ്ങൾക്ക് ഇത് തന്നത്? അത് ചോദിക്കണം. കേരളത്തിലെ ചെക്കന്മാർ എല്ലാവരും ആന്റിമാരെ പോയിട്ടത്രേ. കേരളത്തിൽ 100% പയ്യന്മാരും കല്യാണം കഴിഞ്ഞ ആന്റിമാരെ പിന്നാലെയാണ്. നിങ്ങളെ കുടുംബക്കാരും നിങ്ങളെ കസിൻസും അങ്ങനെ ആയിരിക്കും. ചേച്ചാ എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കും അങ്ങനെ. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് പെൺകുട്ടികളും അങ്ങനെ ആയിരിക്കും, പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ പെൺകുട്ടികൾ ഇങ്ങനെയെന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടല്ല നിങ്ങൾ പെൺകുട്ടികളെ അങ്ങനെ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ഒക്കെ വീഡിയോ കാണുമ്പോൾ ഒരു സഹതാപം ഉണ്ടായിരുന്നു, ഒരു പാവം സ്ത്രീ എന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാൽ ജനങ്ങളെ കുറ്റം പറയണം. അത് പയ്യന്മാരെല്ലാവരും ആന്റിമാരെ പിന്നാലെ അത്രേ. ആര് പറഞ്ഞു നിങ്ങളോട്? നിങ്ങൾ ഒരു 10 ആൾക്കാർ ഫോട്ടോ ഇട്ട് കാണിച്ചു തരും, ഇവരൊക്കെ ആന്റിമാരെ പിന്നാലെയാണ്, ഇവരൊക്കെ ആന്റിമാരെ പിന്നാലെ. നിങ്ങൾ 10 ആൾക്കാർ ഫോട്ടോ വെച്ച് കാണിച്ചു തരും. ഞാൻ എൻ്റെ എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ ഞാൻ എത്രയോ അറിയുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആന്റിമാരെ പിന്നാലെ പോകില്ല. എനിക്കറിയാം ആന്റിമാരെ പിന്നാലെ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് വേറെ ടൈപ്പ്. അത് നല്ല കുടുംബത്തിൽ പിറക്കാത്ത ആൾക്കാർ. ആന്റിമാരെ പിന്നാലെ പോകുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അത് നല്ല കുടുംബത്തിൽ നല്ല അന്തസ്സിലെ തറവാട്ടിൽ ജനിക്കാത്ത ആൾക്കാർ. നല്ല അന്തസ്സിലെ കുടുംബത്തിൽ നല്ല അന്തസ്സിലെ തറവാട്ടിൽ ജനിച്ചാൽ ഇങ്ങനെ പോവാറില്ല. അത് ഞങ്ങൾ തറവാട്ടിൽ ജനിക്കാത്തവർക്കാണ് ഇങ്ങനെ ഉണ്ടാകുക. സ്വന്തം ഭാര്യ ഉണ്ടാകുമ്പോൾ വേറൊരു ആന്റിമാരോട് കല്യാണം കഴിഞ്ഞ സ്ത്രീയോടൊരു ബന്ധം, ഒരു താല്പര്യമൊക്കെ തോന്നുന്നത് തറവാട്ടിൽ പിറക്കാത്ത ആൾക്കാർക്കാണ്. അതാണ് അവർക്കാണ് ഉണ്ടാവില്ല. അല്ല, അത് എല്ലാ 100% ജനങ്ങൾക്കും ആൺപിള്ളേർക്കും അന്യ സ്ത്രീയോട് ബന്ധമുണ്ടാവുന്നില്ല. ഇല്ലാകുമ്പോ എനിക്കറിയാലോ, എന്റെ അവസ്ഥ അറിയാലോ. ബാക്കി എന്റെ ഫ്രണ്ട്സിന്റെ അവസ്ഥ അറിയാലോ. നിങ്ങൾക്ക് പറയാൻ എന്ത് അധികാരമല്ലേ? നിങ്ങൾ കുറച്ച് യൂട്യൂബിൽ കുറച്ച് വരുമാനം വന്നപ്പോൾ നിങ്ങൾ ആരൊക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാകുമ്പോ അത് ചേച്ചി എന്തും പറയാമെന്നൊരു തോന്നലാണ് നിങ്ങൾക്ക്. എല്ലാ ആൺകുട്ടികളെയും പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് അധികാരമല്ലേ? എല്ലാ പെൺകുട്ടികളെയും പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് അധികാരമല്ലേ? എല്ലാ പെൺകുട്ടികളും ഏജോറിലെ ചെക്കന്മാരെ കല്യാണം കഴിച്ച ചെക്കന്മാരെ പിന്നാലെയാണ്. അത് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? അല്ല, എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? കുറച്ച് വ്യൂസും കാര്യങ്ങളും വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയാമെന്നാണോ? എന്താ നിങ്ങൾ എന്നാ നിങ്ങളൊക്കെ പഠിക്കുക? ഓക്കെ, ഇത് കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നി. എനിക്ക് സമയമല്ലായിരുന്നു, അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നി. ഞാൻ ഈ ഷാജിന്റെ വിഷയത്തിൽ ഞാൻ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പ്രതികരിക്കാൻ തോന്നി. അപ്പൊ അങ്ങനെ ഒന്നാണ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.